ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ PSC പരീക്ഷകളിൽ സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ 3യെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ചന്ദ്രയാൻ 3യെ കുറിച്ച് കൂടുതൽ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവട്ടെ. ചന്ദ്രയാൻ 3 നോക്കാം. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റോവർ ഇറക്കുക എന്നതായിരുന്നു ചന്ദ്രയാൻ 3യുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റോവർ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യവുമാണ് ഇന്ത്യ. അപ്പോ ചന്ദ്രനിൽ ഇറങ്ങുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നാലാമത്തെ രാജ്യം. ബാക്കി 3 രാജ്യങ്ങൾ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന. നാലാമത്തെ രാജ്യം ഇന്ത്യ. അതേപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഇന്ത്യ. സംസ്കൃതത്തിൽ ചന്ദ്രയാൻ എന്നാൽ ചന്ദ്രവാഹനം എന്നാണ് അർത്ഥം. ചന്ദ്രയാൻ എന്നാൽ അർത്ഥം എന്താണ്? ചന്ദ്രവാഹനം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് നേതൃത്വം കൊടുത്ത ISROയുടെ ചെയർമാനാണ് എസ് സോമനാഥ്. മലയാളിയായ എസ് സോമനാഥ് ആണ് ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് നേതൃത്വം കൊടുത്ത ISROയുടെ ചെയർമാൻ. അപ്പൊ ഇത്രയും കൂടെ നോക്കാം. ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റോവർ ഇറക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ ഇറങ്ങുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. അതേപോലെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. സംസ്കൃതത്തിൽ ചന്ദ്രയാൻ എന്നാൽ ചന്ദ്രവാഹനം എന്നാണ് അർത്ഥം. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന് നേതൃത്വം കൊടുത്ത ISROയുടെ ചെയർമാൻ മലയാളിയായ എസ് സോമനാഥ്. ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകും എന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്തെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഇത് 3ഉമായിരുന്നു ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ. ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രോപരിതലത്തിൽ സുരക്ഷിതമായ സോഫ്റ്റ് ലാൻഡിംഗ് സാധ്യമാകുമെന്ന് ബോധ്യപ്പെടുത്തുക, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് കാണിക്കുക, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. ഇതൊക്കെയായിരുന്നു ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങൾ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 എന്നാണ് വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് എന്ത് വിക്ഷേപിക്കുന്നത്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം LVM-3M4. എന്താണ് വിക്ഷേപണ വാഹനം? LVM-3M4. LVM-3യുടെ പഴയ പേരെന്താണ്? GSLV Mark 3. LVM-3യുടെ പഴയ പേരാണ് GSLV Mark 3. ISROയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമാണ് LVM-3 എന്ന് പറയുന്നത്. ISROയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3. LVM-3യുടെ അപരനാമങ്ങൾ എന്തൊക്കെയാണ്? ബാഹുബലി, ഫാറ്റ് ബോയ്. ബാഹുബലി എന്നും ഫാറ്റ് ബോയ് എന്നും അറിയപ്പെടുന്നതാണ് LVM-3. LVM-3 റോക്കറ്റിന്റെ 7ാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. LVM-3 റോക്കറ്റിന്റെ 7ാമത്തെ ദൗത്യമാണ്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ഏതാണ്? ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. അപ്പൊ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി 2023 ജൂലൈ 14. വിക്ഷേപിച്ചത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ്. വിക്ഷേപണ വാഹനം LVM-3M4 അഥവാ GSLV Mark 3.
ISROയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമാണ് LVM-3 എന്ന് പറയുന്നത്. ഇതിന്റെ അപരനാമങ്ങൾ ബാഹുബലി, ഫാറ്റ് ബോയ്. LVM-3 റോക്കറ്റിന്റെ 7ാമത്തെ ദൗത്യമാണ് ചന്ദ്രയാൻ. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പല്ലന്റ് ആണ് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നീ ഭാഗങ്ങൾ കൂടിച്ചേർന്നാണ് ചന്ദ്രയാൻ 3 ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഭാഗങ്ങള്? ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ചന്ദ്രയാൻ 3യുടെ ലാൻഡർ അറിയപ്പെടുന്നത് വിക്രം എന്ന പേരിലാണ്. ലാൻഡറിന്റെ പേരെന്താണ്? വിക്രം. റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ്. റോവർ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രഗ്യാൻ. ലാൻഡർ വിക്രം, റോവർ പ്രഗ്യാൻ. ലാൻഡറും റോവറും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും പ്രൊപ്പൽഷൻ മൊഡ്യൂള് ഭ്രമണപഥത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ലാൻഡറും റോവറും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും പ്രൊപ്പൽഷൻ മൊഡ്യൂള് ഭ്രമണപഥത്തിൽ നിലനിൽക്കുകയും ചെയ്യും. ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം എന്ന് പറയുന്നത് 14 ഭൗമദിനങ്ങളാണ്. ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം എത്രയാണ്? 14 ഭൗമദിനങ്ങൾ. റോവറും ലാൻഡറും സ്ലീപ്പിംഗ് മോഡിലേക്ക് പോയത് 2023 സെപ്റ്റംബർ 4-നാണ്. 2023 സെപ്റ്റംബർ 4-ന് ലാൻഡറും റോവറും സ്ലീപ്പിംഗ് മോഡിലേക്ക് പോയി. ചന്ദ്രയാൻ 3-യിലെ ആകെ പേലോഡുകളുടെ എണ്ണം എത്രയാണ്? 7. ചന്ദ്രയാൻ 3-യില് 7 പേലോഡുകളാണ് ഉള്ളത്. 4 ലാൻഡർ പേലോഡുകളും 2 റോവർ പേലോഡുകളും 1 പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡുമാണ് ചന്ദ്രയാൻ 3-യിലുള്ളത്. ആകെ പേലോഡുകൾ 7 എണ്ണമാണ്. 4 ലാൻഡർ പേലോഡ്, 2 റോവർ പേലോഡ്, 1 പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ്. ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയാന്ന് നോക്കാം. 4 എണ്ണം. ഒന്നാമത്തേതാണ് ചസ്തേ. ചന്ദ്രന്റെ ധ്രുവപ്രദേശത്തിന് സമീപത്തെ ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളതാണ് ചസ്തേ. ചന്ദ്രന്റെ ധ്രുവപ്രദേശത്തിന് സമീപത്തെ ഉപരിതലത്തിലെ രാസവസ്തുക്കൾ സംബന്ധിച്ച വിവരം വിശകലനം ചെയ്ത് താപവ്യതിയാനങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളതാണ് എന്ത്? ചസ്തേ പേലോഡ്. ചസ്തേ നടത്തിയ പരിശോധന പ്രകാരം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഉപരിതല താപനില എന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ഉപരിതല താപനില എത്രയാണ്? 50 ഡിഗ്രി സെൽഷ്യസ്. ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകുന്തോറും താപനില കുറയുന്നു. ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോകുന്തോറും എന്താണ്? താപനില കുറയുന്നു. രണ്ടാമത്തെ പേലോഡാണ് രംഭ. രംഭ LP. ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള പ്ലാസ്മയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ളതാണ്. ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള പ്ലാസ്മയുടെ സാന്നിധ്യം കണ്ടെത്താനുള്ള പേലോഡാണ് രംഭ LP. മൂന്നാമത്തെ പേലോഡാണ് ILSA. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ILSA ആണ്. ലാൻഡർ ഇറങ്ങുമ്പോൾ പ്രതലത്തിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അളക്കുകയും മേൽഭാഗം ചിത്രീകരിക്കുകയും ചെയ്യുന്ന പേലോഡ് ഏതാണ്? ILSA. നാലാമത്തെ പേലോഡാണ് LRA. നാലാമത്തെ പേലോഡ് ഏതാണ്? LRA. നാസ രൂപകൽപ്പന ചെയ്ത ഈ പേലോഡ് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രോപരിതല ദൂരം കണക്കാക്കുന്നു. അപ്പൊ നാസ രൂപകൽപ്പന ചെയ്ത പേലോഡാണ് ഇത് LRA. ഇത് ലേസർ രശ്മികൾ ഉപയോഗിച്ച് ചന്ദ്രോപരിതല ദൂരം കണക്കാക്കുന്നു. അപ്പം 4 ലാൻഡർ പേലോഡുകളാണ് നമ്മൾ പറഞ്ഞത്. 4 ലാൻഡർ പേലോഡുകൾ ഒന്നുകൂടെ പറയാം. 1 ചസ്തേ, 2 രംഭ LP, 3 ILSA, 4 LRA. ഇനി 2 റോവർ പേലോഡുകൾ നോക്കാം. ഒന്നാമത്തെ റോവർ പേലോഡാണ് LIBS. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കാനുള്ളതാണ് LIBS. ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തെ മണ്ണിന്റെയും പാറകളുടെയും മൂലക ഘടന നിർണ്ണയിക്കാനുള്ള പേലോഡാണ് ഇത് LIBS. രണ്ടാമത്തെ റോവർ പേലോഡാണ് APXS. APXS. ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും പഠിക്കാനുള്ളതാണ് APXS എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി രാസഘടനയും ധാതുഘടനയും പഠിക്കാനുള്ള റോവർ പേലോഡാണ് ഇത് APXS.
അപ്പൊ 2 റോവർ പേലോഡുകൾ ഏതൊക്കെയാണ്? LIBS-ഉം APXS-ഉം. ഇനി ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണുള്ളത്, അതാണ് ഷേപ്പ്. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് ഏതാണ്? ഷേപ്പ്. വാസത്തിന് യോഗ്യമായ പലതരം എക്സോഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കുന്ന പേലോഡാണ് ഷേപ്പ് എന്ന് പറയുന്നത്. വാസത്തിന് യോഗ്യമായ പലതരം എക്സോഗ്രഹങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ സഹായിക്കുന്ന പേലോഡ് ഏതാണ്? ഷേപ്പ് ആണ്. അത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 നമ്മൾ പറഞ്ഞു. ഇത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെടുത്തിയത് 2023 ഓഗസ്റ്റ് 1 ചന്ദ്രയാൻ 3 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെടുത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 1. ഇത് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 5. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ചന്ദ്രയാൻ 3 നിന്നും ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം എന്ന് പറയുന്നത് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി എന്നുള്ളതാണ്. ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്നും ISROയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ സന്ദേശമാണിത് കേട്ടോ. ഏതാണ്? ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 ഈ ഡേറ്റ് നന്നായിട്ട് ഓർത്തു വയ്ക്കുക. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത എന്നാണ്? 2023 ഓഗസ്റ്റ് 23 43 ദിവസം കൊണ്ടാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശം എന്തായിരുന്നു? ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശം എന്ന് പറയുന്നത് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഇന്ത്യ, ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും. അതായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശം. ഒന്നുകൂടെ നോക്കാം. ഇത്രയും ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെടുത്തിയത് 2023 ഓഗസ്റ്റ് 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയത് 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിയപ്പോൾ ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ISROയ്ക്ക് ലഭിച്ച സന്ദേശമാണ് ഇന്ത്യ ഐ റീച്ച്ഡ് മൈ ഡെസ്റ്റിനേഷൻ ആൻഡ് യു ടു. ഇന്ത്യ, ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി, നീയും. ഇതായിരുന്നു സോഫ്റ്റ് ലാൻഡ് ചെയ്തപ്പോൾ ലഭിച്ച സന്ദേശം. ചന്ദ്രനിലെ ഏത് ഗർത്തങ്ങളുടെ സമതലങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്? ചന്ദ്രനിലെ ഏത് ഗർത്തങ്ങളുടെ സമതലങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്? മാൻസിനൻ സിയും സിംബോലിസസും. മാൻസിനൻ സി, സിംബോലിസസ് എന്നീ ഗർത്തങ്ങളുടെ സമതലങ്ങൾക്കിടയിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ശിവശക്തി പോയിന്റ് എന്നാണ്. എന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത്. ഈ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ പേര് നിർദ്ദേശിച്ച ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത്. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഓഗസ്റ്റ് 23 ആചരിക്കാനായിട്ട് തീരുമാനിച്ചത്. ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം എത്രയാണ്? 14 ഭൗമദിനങ്ങളാണ്. ലാൻഡറിന്റെയും റോവറിന്റെയും പര്യവേഷണ കാലം 14 ഭൗമദിനങ്ങളാണ്. ലാൻഡറും റോവറും സ്ലീപ്പിംഗ് മോഡിലേക്ക് പോയതെന്നാണ്? 2023 സെപ്റ്റംബർ 4. ലാൻഡറും റോവറും സ്ലീപ്പിംഗ് മോഡിലേക്ക് പോയത് 2023 സെപ്റ്റംബർ 4. 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3യുടെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? സൾഫറിന്റെ.
2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ന്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ സൾഫർ മൂലകത്തിന്റെ സാന്നിധ്യം ആദ്യമായിട്ട് സ്ഥിരീകരിച്ചു. ചന്ദ്രയാൻ 3 ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് ISRO നൽകിയ പേരെന്താണ്? ഹോപ്പ്. ചന്ദ്രയാൻ 3 ലാൻഡറിനെ ചന്ദ്രോപരിതലത്തിൽ നിന്ന് ഉയർത്തി മറ്റൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യിക്കുന്ന ദൗത്യത്തിന് ISRO നൽകിയ പേരാണ് ഹോപ്പ്. ഇനി ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാന പങ്കുവഹിച്ച വ്യക്തികളെ നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3ക്ക് നേതൃത്വം കൊടുത്ത ISRO ചെയർമാനാണ് എസ് സോമനാഥ്. ISRO ചെയർമാൻ എസ് സോമനാഥ്. ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടറാണ് പി വീരമുത്തുവേൽ. പ്രോജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറാണ് കെ കൽപ്പന. ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ കെ കൽപ്പന. മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. മിഷൻ ഡയറക്ടർ ആരാണ്? മോഹനകുമാർ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ. അതുപോലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിന്റെ ഡയറക്ടർ BN രാമകൃഷ്ണ. ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഡയറക്ടർ BN രാമകൃഷ്ണ. UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ M ശങ്കരൻ. UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ M ശങ്കരൻ. UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ മുത്തയ്യ വനിത. UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ മുത്തയ്യ വനിത. ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞ ഋതു കരുതൽ ശ്രീവാസ്തവ. ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞയാണ് ഋതു കരുതൽ ശ്രീവാസ്തവ. ഇവര് ഇന്ത്യൻ റോക്കറ്റ് വുമൺ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരുതൽ ശ്രീവാസ്തവ. പിന്നെ ആരൊക്കെയാണ്? ലോഞ്ച് ഓതറൈസേഷൻ ബോർഡ് ചെയർമാനും സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറുമായ A രാജരാജൻ. ലോഞ്ച് ഓതറൈസേഷൻ ബോർഡ് ചെയർമാനും സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറുമായ A രാജരാജൻ. അതേപോലെ ചന്ദ്രയാന് 2 പേലോഡുകൾ സമ്മാനിച്ച ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ ഡോക്ടർ K രാജീവ്. വെഹിക്കിൾ അഥവാ റോക്കറ്റ് ഡയറക്ടർ ബിജു സി തോമസ്. ഇത്രയും പേരാണ് എന്തിന് ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൽ പങ്കുവച്ച പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3യുടെ ദൗത്യത്തിൽ പ്രധാന പങ്കുവച്ച വ്യക്തികളെ ഒന്നുകൂടെ പറയാം. ISRO ചെയർമാൻ എസ് സോമനാഥ്, പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ കെ കൽപ്പന, മിഷൻ ഡയറക്ടർ മോഹനകുമാർ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ മേധാവി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ, ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഡയറക്ടർ BN രാമകൃഷ്ണ, UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടർ M ശങ്കരൻ, UR റാവു സാറ്റലൈറ്റ് സെന്റർ ഡെപ്യൂട്ടി ഡയറക്ടർ മുത്തയ്യ വനിത, ISROയിലെ മുതിർന്ന ശാസ്ത്രജ്ഞ ഋതു കരുതൽ ശ്രീവാസ്തവ, ലോഞ്ച് ഓതറൈസേഷൻ ബോർഡ് ചെയർമാനും സതീഷ് ധവാൻ സ്പേസ് സെന്റർ ഡയറക്ടറുമായ A രാജരാജൻ, ചന്ദ്രയാന് 2 പേലോഡുകൾ സമ്മാനിച്ച ഫിസിക്സ് ലബോറട്ടറി ഡയറക്ടർ ഡോക്ടർ K രാജീവ്, വെഹിക്കിൾ ഡയറക്ടർ ബിജു സി തോമസ്. ഇത്രയും പേരാണ് ചന്ദ്രയാൻ 3ക്ക് പങ്കുവഹിച്ച പ്രധാന വ്യക്തികൾ എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെന്ററിയാണ് സ്പേസ് ഓൺ വീൽസ്. ചന്ദ്രയാൻ 3യുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തുവിട്ട ISROയുടെ ഡോക്യുമെന്ററി ഏതാണ്? സ്പേസ് ഓൺ വീൽസ്. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യ വിക്ഷേപിച്ച 75 ഉപഗ്രഹങ്ങൾ പ്രദർശിപ്പിക്കുന്ന ISROയുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത സ്പേസ് ഓൺ വീൽസ് എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ് ചന്ദ്രയാൻ 3യുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച 75 ഉപഗ്രഹങ്ങൾ പ്രദർശിപ്പിക്കുന്ന ISROയുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്ത സ്പേസ് ഓൺ വീൽസ് എന്ന ഡോക്യുമെന്ററിയുടെ ഭാഗമായിട്ടാണ് ചന്ദ്രയാൻ 3യുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. നമ്മൾ ചന്ദ്രനിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നം പൂവണിഞ്ഞെന്ന് കുട്ടികളോട് പറയൂ. അപ്പോ ചന്ദ്രയാൻ 3യുടെ സോഫ്റ്റ് ലാൻഡിംഗുമായിട്ട് ബന്ധപ്പെട്ട് ISRO ചെയർമാൻ എസ് സോമനാഥിന്റെ വാക്കുകളാണ് തന്നിരിക്കുന്നത്.
അപ്പൊ ഇത്രയും വിവരങ്ങളാണ് നമ്മൾ ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത്. വരും പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.